ഞാൻ ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നത് എന്താണെന്നറിയാം. ഞാൻ ഇന്ന് പുതിയൊരു പരീക്ഷണം നടത്തിയിട്ടിരിക്കുകയാണ്. അടുക്കളയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ കണ്ടൊരു സാധനമാണ് ഈ സമൂസ ഷീറ്റ്. കണ്ട സ്ഥിതിക്ക് ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റും. തുടങ്ങിയപ്പോൾ നല്ല ഉത്സാഹമായിരുന്നെങ്കിലും തീർന്നപ്പോഴത്തേക്ക് നല്ല ദേഷ്യം വന്നു. വേറൊന്നും കൊണ്ടല്ലെന്നേ, എനിക്ക് പണിയെടുക്കാൻ മടിയാണ് അത്ര. ഈ സവാള എരിയുന്ന കാര്യം പണ്ടേ എനിക്ക് മടിയാണ്, കാരണം കണ്ണ് നിറഞ്ഞ് വെള്ളം വന്ന് പണ്ടാരടങ്ങും. ഇതിന്റെ റെസിപ്പി ഒന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ കണ്ണിലടക്കിയ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ചെറിയൊരു ഫില്ലിംഗ് ഉണ്ടാക്കുക. ഒന്നിയൻ, ക്യാരറ്റ്, പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം സെറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കിഴങ്ങ് മെഴുക്കുവരട്ടി ആട്ടോ ഓർമ്മ വന്നു. എന്തേലും ആവട്ടെ, നമ്മൾ തളരാൻ പാടില്ല. അടുത്ത പരിപാടി നമുക്ക് ടാസ്ക് ആയിരുന്നു കേട്ടോ. എനിക്കിത് റാപ്പ് ചെയ്യുന്ന മെത്തേഡ് ഒട്ടും അറിയില്ലായിരുന്നു. കുറെ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കുക, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. സംഭവം കഴിഞ്ഞ് പോകുന്നതായപ്പോ ഞാൻ യൂട്യൂബിൽ നോക്കി റാപ്പ് ചെയ്യാനൊക്കെ പഠിച്ചു. പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട്. ഈ സമയത്തൊന്നും എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ അതിനോട് ഒരു കാപ്പിയൊക്കെ ആയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി. ഇനിയിപ്പോ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഇതിപ്പോ അഭിനയിച്ചല്ല കേട്ടോ, സംഭവം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഞാൻ എന്തിലെടുത്ത് ചാടിയാലും നല്ലതാണ് പറയുന്നത്. ഈ വാക്ക് വിശ്വസിക്കാതെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കിഴങ്ങ് മെഴുക്കുവരട്ടി അല്ലായിരുന്നു എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള, നാളെ വരെ ടാറ്റാ.